ഒരു വർഷത്തിലധികമായി ഫ്രാൻസിലെ ജയിലിൽ കഴിയുന്ന കൊച്ചി സ്വദേശികൾക്ക് നീതി ലഭിക്കാൻ സർക്കാർ ഇടപെടണമെന്ന ആവശ്യവുമായി കുടുംബം രംഗത്ത്. ജോലിയുടെ ഭാഗമായി ഇവർ ഓടിച്ചിരുന്ന വാഹനത്തിൽ നിന്നും ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തതിനെ തുടർന്നാണ് ഇരുവരും ജയിലിലായത്. ലോഡ് കയറ്റുന്നതിൽ ഡ്രൈവർമാർക്ക് പങ്കില്ലാത്തതിനാൽ വണ്ടിക്കുള്ളിൽ എന്താണെന്ന് ഇവർക്ക് അറിയില്ലായിരുന്നുവെന്ന് കുടുംബം പറയുന്നു. കേസിന് പിന്നാലെ കമ്പനി ഉടമ ബിസിനസ് നിർത്തി രാജ്യം വിട്ടു. കുമ്പളങ്ങി സ്വദേശികളായ ഷാജി, ഡിസ്നി എന്നീ രണ്ടു പേരാണ് ഇപ്പോൾ ഫ്രാൻസിലെ ജയിലിൽ കഴിയുന്നത്. ഇരുവരുടെയും നിരപരാധിത്വം തെളിയിച്ച് എത്രയും വേഗം തിരികെ കൊണ്ടുവരണം എന്നതാണ് കുടുംബത്തിൻ്റെ ആവശ്യം. ഇതിൽ ഷാജിയുടെ ഭാര്യ ആണ് നമുക്കൊപ്പം ചേരുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? അതുപോലെ തന്നെ ഷാജി നിങ്ങളെ അറിയിച്ച കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ എന്തൊക്കെയാണ്? 2024 ജൂൺ 14 ഈ സംഭവം ഉണ്ടാകുന്നത്. ജോലിക്ക് പ്രവേശിച്ച ഫസ്റ്റ് ഡേ അന്ന് ഇവർ ഫ്രാൻസിലോട്ട് ലോഡുമായിട്ട് പോകണമായിരുന്നു. അപ്പോൾ പോയ വഴിക്കാണ് പോലീസ് ഫ്രാൻസിൽ വെച്ചിട്ട് ബോർഡറിൽ വെച്ചിട്ട് പോലീസ് കൈ കാണിച്ച് അവർ നോക്കിയപ്പോഴേക്കും പേപ്പറൊക്കെ കൊടുത്ത്. അപ്പോൾ വണ്ടി സീൽഡായിരുന്നത്. പരിശോധിച്ചപ്പോൾ ആദ്യം ഒന്നും തോന്നിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് വിശദമായിട്ട് അവർ പരിശോധിച്ചപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഈന്തപ്പഴത്തിൻ്റെ ബോക്സിൻ്റെ ഉള്ളിൽ ഡ്രഗ്സ് ഉണ്ടായിരുന്നു കണ്ടുപിടിച്ചത്. ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല. ഇതിൻ്റെ ഉള്ളിൽ എന്താണ് ലോഡ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങോട്ട് ചെല്ലാൻ പാടില്ല. ലോഡ് ചെയ്ത് സീൽ ചെയ്ത് വരുമ്പോൾ നമ്മൾ വണ്ടി കണക്ട് ചെയ്ത് നമ്മൾ കൊണ്ടുവരികയാണ് ചെയ്യണത്. ഷാജി കമ്പനിയിൽ ജോയിൻ ചെയ്ത ആദ്യ ദിവസം തന്നെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതെ, ആദ്യമായിട്ട് വർക്ക് ചെയ്ത് കയറി ഒരു 3-4 മണിക്കൂറാകെ ആ വണ്ടി ഓടിച്ചിട്ടുള്ളൂ. യാരാസ് എന്നുള്ള കമ്പനിയിൽ വർക്ക് ചെയ്ത് ആ വണ്ടി ഓടിച്ചിട്ടുള്ളൂ. നിലവിൽ എന്താ സിറ്റുവേഷൻ? നിങ്ങൾക്ക് ബന്ധപ്പെടാനോ അല്ലെങ്കിൽ നിയമസഹായങ്ങൾ എത്തിക്കാനോ അങ്ങനെയൊക്കെ സാധിച്ചിട്ടുണ്ട്? എന്താ അവസ്ഥ? ഞങ്ങൾക്ക് IBയുടെ MB വഴിയായിട്ട് ഞങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഒന്നും അങ്ങോട്ട് കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ ഫ്രാൻസിലുള്ള ഇന്ത്യൻ എംബസിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആദ്യമൊക്കെ ഫോൺ അവരെടുക്കുകയും മെയിൽ അടക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അവർ പിന്നെ വിളിക്കുമ്പോൾ കോൾ അറ്റൻഡ് ചെയ്യൂല. പിന്നെ മെയിൽ അടിച്ചാലും നമുക്ക് തിരിച്ചൊന്നും നമുക്കൊന്ന് റെസ്പോണ്ട് പോലും ചെയ്യണില്ല. വിസയുടെ കാലാവധി കഴിഞ്ഞ് ഇനി പാസ്പോർട്ടിൻ്റെ കാലാവധിയാണ്. അത് ഇനിയിപ്പോൾ 25/10 10-ാം മാസം തീരും. അദ്ദേഹം വർക്ക് ചെയ്തിട്ടുള്ള കമ്പനി ഉണ്ടല്ലോ, കമ്പനി ഉടമകൾ ഇപ്പോൾ അവിടുത്തെ ബിസിനസ്സൊക്കെ നിർത്തി എന്നാണ് നിങ്ങൾക്ക് അറിയാൻ സാധിച്ചത്. എന്തൊക്കെയാണ് അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു നിങ്ങളോടുള്ളൊരു റെസ്പോണ്ട് എങ്ങനെയായിരുന്നു ഈ വിഷയത്തിൽ? ഞങ്ങൾ ആദ്യം ഇവർക്ക് മെസ്സേജ് അയക്കുമായിരുന്നു. പിന്നെ നമ്മൾ മനസ്സിലായി ഇവർ തന്നെയാണ് അതിനുള്ള പുറകിലെന്ന് നമുക്ക് മനസ്സിലായതെന്ന് വെച്ചാൽ പുള്ളി തെറ്റ് ചെയ്തേക്കൊണ്ടാണല്ലോ അവിടെ നിന്ന് രാജ്യം വിട്ട് തന്നെ പുറത്തേക്ക് പോയത്. അവിടുത്തെ കമ്പനി എല്ലാം പൂട്ടി പുള്ളിയുടെ അക്കൗണ്ടൊക്കെ എല്ലാം. ഷാജി വർക്ക് ചെയ്ത കമ്പനിയുടെ ഉടമ അവിടെ നിന്ന് ബിസിനസ് അവസാനിപ്പിച്ച് പോയി. അതെ, അവിടെ നിന്ന് ബിസിനസ് അവസാനിപ്പിച്ച് പുള്ളി ദുബായിലേക്ക് പോയി അവിടെ പുതിയ കമ്പനി സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞു. അപ്പോൾ എത്രയും വേഗം അവർ തിരിച്ച് വരും എന്നുള്ള ഇതിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഡീപ്പോർട്ട് ചെയ്തിട്ടാണെങ്കിലും ശരി അവർ ഇങ്ങോട്ട് ഒന്ന് എത്തിക്കണം എന്നാണ് ഞങ്ങൾ പറയണത്. എന്തായാലും എത്രയും വേഗം ഈ 2 ചെറുപ്പക്കാരെയും നാട്ടിലേക്ക് എത്തിക്കണം എന്നാണ് വീട്ടുകാരുടെ ആവശ്യം. അതിനുള്ള ഇടപെടലുകൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ ബിനു ഈശ്വരമംഗലത്തിനൊപ്പം AT അശ്വതി, അമൃത ന്യൂസ്, കൊച്ചി.